ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല, ഞാനിതൊക്കെ ചെയ്യണമെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. ഹലോ ഇറ്റ്സ് മീ അനുജി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പറയുന്നത് പോലെ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നതും സംസാരിക്കാൻ വേണ്ടി പോകുന്നതും വിഷൻ ബോർഡ്. എല്ലാവരും കേട്ട് നിൽക്കുന്ന കാര്യമായിരിക്കും. പ്രത്യേകിച്ച് നമ്മളുടെ ഈ കഴിഞ്ഞ 2025 അവസാനം എല്ലാവരും അവരുടെ 2024 അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷൻ ബോർഡിൽ ഒരു ഫുൾ ഒരു അനാലിസിസ് നടത്തി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ അവർ ഗെയിൻ ചെയ്തു, എന്തൊക്കെ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ സംഭവം തന്നെയാണ് ഞാൻ 2026 ചെയ്യാൻ വേണ്ടി ഇപ്പോ പോകുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതുവരെ വിഷൻ ബോർഡ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം മേഡ് മീ ഡു ഇറ്റ് തന്നെ പറയണം. കാരണം ഇൻസ്റ്റഗ്രാമിൽ മൊത്തം വിഷൻ ബോർഡിന്റെ വീഡിയോസ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഞാൻ ആസ് എ പേഴ്സൺ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു കൈൻഡ് ഓഫ് ആളൊന്നുമല്ല ഞാൻ. പക്ഷെ അങ്ങനെ ആവരുത് കേട്ടോ. നമുക്ക് ഗോൾസ് വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്കെന്തോ അങ്ങനെ പണ്ട് മുതലേ ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ തോന്നുന്നു ഒരു ടൈമിൽ എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ. സൗത്ത് കൊറിയ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതല്ലാണ്ട് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടൊരു ആഗ്രഹം, അല്ലെങ്കിൽ ഇന്നത് നേടണം, ഇന്നത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അങ്ങനത്തെ കൈൻഡ് ഓഫ് ഗോൾസ് ഒന്നും എനിക്ക് പൊതുവേ ഇല്ല. ഒരു ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ളൊരു ഒരു സ്ഥിതിയാണുള്ളത്. അപ്പൊ ഇത്തവണ ഞാൻ ഈ 2026 ഞാൻ ജെന്യുവിൻലി ഹോപ്പ് ചെയ്യുന്നുണ്ട് ലൈക്ക് നല്ല രൂപത്തിൽ ഈ ഒരു വർഷം പോവാനായിട്ട്. എന്താ പറയാ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ അങ്ങനെ ഭയങ്കര നല്ല അങ്ങനത്തെ ഒരു വർഷങ്ങളായിരുന്നില്ല. അപ്പൊ 2026 നമുക്ക് എല്ലാവർക്കും, എനിക്കും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും നന്നായി കടന്നു പോകുന്നൊരു വർഷമായിരിക്കണം എന്ന് ശരിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതിന് ഞാൻ പേഴ്സണലി കുറെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരു റുട്ടീനിലേക്ക് നമ്മളുടെ ലൈഫിനെ കൊണ്ടുവരണം. കുറച്ച് ഗോൾസ് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയേക്കാം വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു സംഭവം. ഈ പറഞ്ഞ പോലെ വിഷൻ ബോർഡ് നമ്മൾ എല്ലാ ദിവസവും ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് തോന്നൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണർത്തും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മാത്രം കാര്യമില്ല, ഞാനിതൊക്കെ ചെയ്യണം എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്യുന്നവരാണ് ലൈക്ക് കൂടുതൽ അങ്ങനെയാണുള്ളത്. നമുക്കിപ്പോൾ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാം. ക്യാൻവ ആണ് ഞാൻ എടുക്കുന്നത്. ക്യാൻവയിൽ നമുക്ക് ഇപ്പോൾ ലാപ്ടോപ്പിനെ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ വെച്ച് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എന്നിട്ട് ഇത് നന്നായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു A3 സൈസിൽ നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്താൽ മതിയല്ലോ. അതാണ് ഇപ്പൊ ഞാൻ വിചാരിക്കണേ. അപ്പൊ ഇതിലിപ്പോ ഏകദേശം 20 പിക്ചേഴ്സോളം വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു ടെംപ്ലേറ്റ് ആണ്. അപ്പൊ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു 4 പില്ലേഴ്സ് ഉണ്ട്. 4 അല്ല, 5 പില്ലേഴ്സ് ഉണ്ട്. ആൻഡ് ആ 5 ഏരിയാസിന് പിന്നീട് ഇലാബറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഐഡിയാസ് എടുത്തത്. അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് എനിക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ എന്റെ ആദ്യം കിടക്കുന്നത് ഹെൽത്ത് ആണ്. ആരോഗ്യം പ്രശ്നമാണ്. അപ്പൊ അത് നന്നായിട്ട് നോക്കണം. പിന്നീട് കരിയർ ഉണ്ട്. കരിയറും ഇതേപോലെ തന്നെ പ്രയോറിറ്റി ലിസ്റ്റിൽ ആദ്യം തന്നെ കിടക്കുന്ന ഒരു സംഭവം. പിന്നെ വെൽത്ത് വരുന്നുണ്ട്, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോബീസ്, ദെൻ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 5 പില്ലേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആൻഡ് പിന്നീട് ഈ 5 പില്ലേഴ്സിനെ ഇലാബറേറ്റ് ചെയ്യാണ്. അപ്പോ ചെയ്യാം. ഓക്കെ, ഇതാണിപ്പോ നമ്മൾ എടുത്തിട്ടുള്ള ടെംപ്ലേറ്റ്. ആദ്യം തന്നെ ഞാൻ എടുത്ത പില്ലർ ഹെൽത്തിന്റെ ആയിരുന്നു. അതിൽ ഗുഡ് ഫുഡ്, പോസ്ചർ ആൻഡ് ഫിറ്റ്നസ്, ഇത് 3ആയിരുന്നു സബായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പോസ്ചർ വേറെ ഒന്നല്ല കേട്ടോ, എന്റെ പോസ്ചറിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അതിന്റേതായിട്ടുള്ള കുറച്ച് ഓൾറെഡി എനിക്ക് ബാക്ക് പെയിൻ ഇഷ്യൂ ഉള്ളതാണ്. ഈ പോസ്റ്റർ കൊണ്ടും ഒരു വേദന ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതെനിക്ക് കുറച്ചുകൂടെ തന്നെ കണ്ടിരിക്കുന്നതാണ്. അപ്പൊ എന്താ പറയാ അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കണമെന്നുണ്ട്. പിന്നെ ഗുഡ് ഫുഡ്, ഫിറ്റ്നസ്, ഈ പറഞ്ഞൊരു നടുവേദനയുടെ ആയിട്ടുള്ള ഇഷ്യൂസ് അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് എക്സസൈസ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒന്ന് ഒരു എന്താ പറയാ, ഹെൽത്തി ആയിരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അസുഖങ്ങൾ അധികം വരാണ്ട്. കാരണം എനിക്ക് പെട്ടെന്ന് അസുഖം വരുന്ന ഒരാളാണ്. പനി, ഫുഡ് പോയ്സൺ, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മിക്കപ്പോഴും ഓരോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ അലർജീസ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും വരാണ്ടൊന്ന് ഹെൽത്തി ആയിരിക്കാം, അത്രേ ഉള്ളൂ. അപ്പോ ഇനി നമുക്ക് കരിയറിലേക്ക് പോവാം. കരിയറിൽ ഞാൻ എടുത്തിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന് ജോബ് ഓഫർ ലെറ്റർ. കാരണം ഞാൻ സൂചിപ്പിച്ചോന്നറിയില്ല, എനിക്ക് ഇപ്പോ നിലവിൽ എനിക്ക് ജോലി ഇല്ല. ഞാൻ ഒന്ന് ജസ്റ്റ് ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തതായിരുന്നു. എനിക്ക് അവിടെ ഒരു ജോലി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഞാൻ 2 ദിവസത്തിനായിട്ട് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വന്നതാണ് എന്റെ സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്യാൻ. പിന്നെ എനിക്ക് മറ്റ് ആവശ്യങ്ങളൊക്കെ ആയിട്ട് വന്നതായിരുന്നു. ആ സമയത്താണ് എനിക്ക് മഞ്ഞപ്പിത്തം വരുന്നത്. മഞ്ഞപ്പിത്തം വന്നിട്ട് പിന്നെ അവിടെ ഒരു ഇരുട്ടായി. ഇവിടെ എന്താ പറയാ, എന്ത് കഴിച്ചാലും
വോമിറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. അപ്പം പുറത്തെ ഭക്ഷണങ്ങളൊന്നും പറ്റില്ല. അവിടെ ഹോസ്റ്റലാണല്ലോ, അപ്പം അവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിയുള്ളൂ. എണ്ണ പാടില്ല, ഉപ്പ് പാടില്ല, സ്പൈസി ആയിട്ടൊന്നും കഴിക്കാൻ പാടില്ല, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ഫുൾ ഒരു 3 to 4 months ഞാൻ ശരിക്കും ഓട്സും വെള്ളമൊക്കെ ഇട്ടിങ്ങനെ കൂട്ടി കഴിക്കുക, മധുരക്കിഴങ്ങ്, മാതളനാരങ്ങ, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ സർവൈവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പൊ പക്ഷെ ഞാൻ പതിയെ ഓരോന്ന് കഴിച്ചൊക്കെ തുടങ്ങി. പക്ഷെ എന്നാലും ഈ വൊമിറ്റിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട്. എനിക്ക് ചില ഭക്ഷണങ്ങൾ ഇപ്പൊ കഴിക്കും, അതിപ്പോ വീട്ടിലുണ്ടാക്കിയതിനാണെങ്കിലും ഞാൻ വൊമിറ്റ് ചെയ്യും. പക്ഷെ ആ ഒരു സമയത്തൊക്കെ എല്ലാം മാറിയിട്ടോ. കാരണം മറ്റേത് വെള്ളം കുടിച്ചാൽ വരെ വൊമിറ്റ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ലിവറിനൊക്കെ കുറച്ച് ഇഷ്യൂസ് വന്നതിനെ കൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോയില്ല, ഇവിടെ തന്നെയായിരുന്നു. അപ്പോ ഇനി എന്തായാലും ബാക്ക് ടു നമ്മളുടെ ഞാൻ MSW ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോഷ്യൽ വർക്ക് ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. അപ്പൊ അതിനുള്ള ജോലികൾ നോക്കുന്നുണ്ട്, ജോലി കിട്ടണം. അപ്പൊ അതാണ് ഫസ്റ്റ് സംഭവം. ദെൻ ആ ജോലിയിൽ നമുക്കൊരു എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആയിരിക്കുന്ന ഒരു ജോലി ആയിരിക്കണം എന്നുള്ളതാണ് എന്റെ രണ്ടാമത്തെ ഒരു ആഗ്രഹം അതിലുള്ളത്. നമുക്ക് അത് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കിനി വെൽത്ത് ഉണ്ട്, അതിൽ നമുക്ക് സേവിങ്സ് ആൻഡ് മണി അത് ആഡ് ചെയ്യാം. എനിക്ക് ഈ പൈസയുടെ കാര്യത്തിലെ ഞാൻ 2-3 ഇമേജ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നിനും ചിലപ്പോൾ ഇത്ര 2-3 ഇമേജ് ഉണ്ടാവില്ല. പൈസയുടെ കാര്യത്തിലുണ്ട്. നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോബീസ് ആണ്. അതിൽ ഫസ്റ്റ് ട്രാവൽ ആണ് എടുക്കുന്നത്. എനിക്കപ്പോൾ ബീച്ചുള്ള ഒരു സ്ഥലത്ത് പോകണം എന്നാണ് ആഗ്രഹം. കന്യാകുമാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ എന്റെ മനസ്സിൽ കന്യാകുമാരിയാണ്. ഞാൻ 2 തവണ പോയിട്ടുള്ളൂ. അതിന് ഒരു തവണ പോയത് എനിക്ക് ഓർമ്മയില്ല. രണ്ടാമത്തെ തവണ പോയത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. കാരണം നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ ചെന്നിറങ്ങുന്നത് തിരുവനന്തപുരത്ത് നിന്ന് നേരെ കന്യാകുമാരിക്ക് പോയിരുന്നു. അപ്പൊ എനിക്ക് കന്യാകുമാരി പോയിട്ട് അവിടുത്തെ സൺറൈസും സൺസെറ്റും ഒക്കെ കാണുന്ന ആഗ്രഹമുണ്ട്. കന്യാകുമാരി അല്ലെങ്കിൽ വർക്കല, അങ്ങനെ ഒരു ബീച്ച് ആംബിയൻസ് വരുന്ന സ്ഥലം. പിന്നെ റീഡിങ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പണ്ടൊക്കെ കുറച്ച് അത്യാവശ്യം പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് ഒരു നല്ല ശീലമാണത്. അത് പക്ഷെ എന്റെ കയ്യിൽ നിന്ന് പതിയെ അങ്ങോട്ട് പോയി തുടങ്ങി. കഴിവതും ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഴിവതും ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഈ വായന എന്ന് പറയുന്ന ശീലം എന്റെ കയ്യിൽ നിന്ന് ശരിക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പൊ എനിക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട്. എനിക്ക് ഈ വായിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ എന്റെ 2-3 നല്ല സുഹൃത്തുക്കളുണ്ട് ഭയങ്കരമായിട്ട് വായിക്കുന്ന. അവരുടെ കയ്യിൽ എപ്പോഴും പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പം ഞാനതൊക്കെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റിയാണ്. അപ്പം എനിക്കും അങ്ങനെ വായിച്ചു തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ഡ്രൈവിങ്, അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടില് അപ്പയും അമ്മയും വണ്ടി ഓടിക്കില്ല. അപ്പോൾ ഇവിടെ 2 വീലർ ഒട്ടും ഉണ്ടായിട്ടില്ല നമ്മുടെ വീട്ടില്. കാറ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം വാങ്ങിച്ച സമയത്ത് ഇവിടെ ആരും ഓടിക്കലുണ്ടായിരുന്നില്ല. പിന്നീട് വാങ്ങിച്ചപ്പോൾ എന്റെ ചേച്ചിക്ക് ലൈസൻസ് കിട്ടിയ ആൾ ഓടിച്ചൊക്കെ തുടങ്ങി. ഞാനും സ്കൂട്ടർ ഓടിച്ചിരുന്നു. പക്ഷെ വീട്ടില് ലൈക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ അവരൊക്കെ കൂടെ പഠിപ്പിച്ചു തന്നായിരുന്നു. പക്ഷെ ഇതേപോലെ ഒരു തവണ വണ്ടി എടുത്ത് പോയതായിരുന്നു, വീണു. എന്റെ ബാക്കിൽ എന്റെ കസിൻ ബ്രദർ കുഞ്ചുസം കൂടെ ഉണ്ടായിരുന്നു, അവനും വീണു എന്റെ ഒപ്പം. എനിക്ക് അവനാണെങ്കിൽ ഒരു സൈക്കിൾ പോലെ ഓടിച്ചിട്ട് വീഴാത്ത ഒരാളാണ്. അവനെയാണ് ഞാൻ കൊണ്ടുപോയി ഉരുട്ടി മറിച്ചിട്ടത്. അപ്പൊ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേടി അങ്ങോട്ട് മാറിയേ. പിറ്റേ ദിവസം ഞാൻ എറണാകുളത്തേക്ക് വന്നു. പിന്നെ എനിക്ക് വണ്ടി എന്തായാലും എനിക്ക് എടുക്കാൻ പറ്റില്ല. സ്കൂട്ടർ ഞാൻ ഇപ്പൊ എടുത്താലും എന്റെ കൈയൊക്കെ ഇങ്ങോട്ട് വരയ്ക്കാൻ ചരിഞ്ഞ് പോവാ. പിന്നെ സ്കൂട്ടർ പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഇവിടെ മൊത്തത്തിൽ പോയി. താല്പര്യമില്ല, ഭയങ്കര പേടിയായി. എനിക്കിവിടെ നമ്മള് വഴിയിലാണെങ്കിലും 2 വീലേഴ്സ് ഓടിക്കുന്ന കാണുമ്പോഴത്തേനും ഒരു ടെൻഷൻ വരും. കാറ് ഞാനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ ടെസ്റ്റ് വരും, എന്താവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്റെ ആഗ്രഹം ലൈസൻസ് കിട്ടുക എന്നുള്ളതും അതിന്റെ ഒപ്പം ഡ്രൈവ് ചെയ്യാന്നുള്ളത്, അതായത് പേടി കൂടാണ്ട് ഡ്രൈവ് ചെയ്യുക. എനിക്കിപ്പോ നാളെ ഇപ്പൊ ലൈസൻസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ എനിക്ക് റോഡിലേക്ക് വണ്ടി ഇറക്കി തുടങ്ങാൻ ഒരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ പേടി കൂടാണ്ട് ഡ്രൈവ് ചെയ്യുക, നാട്ടിലേക്കൊക്കെ അമ്മേനെ അപ്പേനെയൊക്കെ കൊണ്ടുപോവുക, വണ്ടിയൊക്കെ ഓടിച്ചിട്ട്, ഇതൊക്കെയാണ് എന്റെ ആഗ്രഹം. പിന്നെ എനിക്ക് വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ആർട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത്, ഇതൊക്കെ കവർ ചെയ്യുന്ന കൈൻഡ് ഓഫ് വർക്ക്ഷോപ്സ്. അപ്പോൾ അതുകൂടെ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മളുടെ കോണ്ടന്റ് ക്രിയേഷൻ, അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ലൈഫിലേക്ക് വീണ്ടും വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതിനെനിക്ക് നന്നായിട്ട് കൊണ്ടുപോകണം എന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ നല്ല നല്ല കോണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. അതിൽ ഇങ്ങനെ ഗോളുകൾ വേണമെന്നൊന്നും ഞാൻ വെച്ചിട്ടില്ല. നല്ല റെസ്പോൺസിബിൾ കോണ്ടന്റ് ക്രിയേഷൻ നടത്തുക, അത്ര തന്നെ. ലൈഫ് സ്റ്റൈൽ ആൻഡ് ഹോബീസ് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഗോൾസും കാര്യങ്ങളാണ്. അതിലിപ്പോ എന്താ, ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, പിന്നെ ഹാപ്പി ആയിരിക്കുന്നത്, സെൽഫ് ലവ്, പിന്നെ സ്കിൻ കെയർ, ഹെയർ കെയർ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വിഷൻ ബോർഡിന്റെ പണി കഴിഞ്ഞു, സക്സസ്ഫുള്ളി കഴിഞ്ഞു. സോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള വിഷൻ ബോർഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള 5 പില്ലേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. വിഷൻ ബോർഡ് ഓൾറെഡി കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ടാവാം. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അതെനിക്കൊരു റിമൈൻഡറാണ്. സോ നമുക്ക് വർക്ക് ചെയ്യാം. അങ്ങനെ 2026 ഒരു ബെറ്റർ ഇയർ ആക്കി എടുക്കാൻ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കാം. ആൻഡ് ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഗോൾസും കാര്യങ്ങളൊന്നും നടക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇറ്റ്സ് ഓക്കെ. ഇനിയിപ്പോൾ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലും
നമ്മൾ ട്രൈ ചെയ്തുല്ലോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക. ആൻഡ് നല്ലൊരു വർഷമായിട്ട് 2026 മാറട്ടെ എല്ലാവർക്കും. അപ്പൊ അത്ര തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, താങ്ക് യു.